മധ്യകേരളത്തിലെന്നും മഴയിൽ വ്യാപക നാശനഷ്ടം. കോട്ടയത്ത് വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. പലയിടങ്ങളിലും മരം കടപുഴകി വീണ് വീടുകൾ തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കോട്ടയം കൊല്ലാടിന് സമീപം പാറക്കടവിലുണ്ടായ അപകടത്തിലാണ് ജോബി, അരുൺ എന്നിവർ മരിച്ചത്. മീൻ പിടിക്കാൻ പോകുന്നതിനിടെയായിരുന്നു വള്ളം മുങ്ങിയത്. 2 പേരുടെയും മൃതദേഹം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വള്ളം മറിഞ്ഞ് കഴിയുമ്പോൾ വള്ളത്തിൽ ഉടക്കുവല ഉണ്ടായിരുന്നു. ആ ഉടക്കുവല ഈ 2 പേരുടെ കാലിൽ ചുറ്റി. ജോഷി മാക്സിമം ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമം നടത്തി. പക്ഷെ ജോഷിയുടെ കൈ നിന്നില്ല. ജോഷി കഴുക്കോലിന് കുത്തി വള്ളം നൂർക്കാൻ നോക്കി, നടന്നില്ല. എറണാകുളം മുനമ്പത്ത് ബോട്ടിൽ നിന്ന് വീണ പശ്ചിമ ബംഗാൾ സ്വദേശി രാമകൃഷ്ണ ബിശ്വാസാണ് മരിച്ചത്. ബോട്ടിൽ നിന്ന് കാൽ തെറ്റി ഇയാൾ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. കനത്ത മഴയിൽ ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ജെട്ടിക്ക് സമീപമുള്ള പൗരാണിക കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. എറണാകുളം കോട്ടയം ദേശീയപാതയിൽ കാഞ്ഞിരമറ്റത്തിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചൽ, മണിമല, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പും ഉയർന്ന നിലയിലാണ്. കോട്ടയത്ത് 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 210 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയം കുമരകം റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. തൃശൂരിൽ കനത്ത മഴയിൽ തീരപ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മരം കടപുഴകി വീണ് ഇടുക്കി കല്ലാർ സ്വദേശി നാഗരാജിന്റെ വീട് ഭാഗികമായി തകർന്നു. കനത്ത മഴയിലും കാറ്റിലും കടുത്ത ജാഗ്രതയിലാണ് മധ്യ കേരളം. അപകട സാധ്യത കണക്കിലെടുത്ത് മൂന്നാർ, ഇടുക്കി ഗ്യാപ് റോഡ് ഉൾപ്പെടെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സിജോ ബി ജോൺ, മീഡിയ 1.